السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫലഖ്. വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പാരായണം ചെയ്യുന്ന 5 വഖ്ത് നിസ്കാരങ്ങളുടെയും ശേഷം പതിവായി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള, എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഓതി കൈകളിലൂതി ശരീരമാസകലം തടവണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളും മഹത്വങ്ങളുമെല്ലാം മുമ്പുള്ള ക്ലാസ്സിൽ വിവരിച്ചതാണ്. അതിനാൽ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഇന്ന് നമുക്ക് ഈ സൂറത്ത് തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കാം. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഒന്നാമത്തെ പദം ഖുൽ, ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ഈ സൂറത്ത് ഓതുമ്പോൾ ഖുൽ എന്ന് കാഫായി ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്. ഖാഫായി തന്നെ മൊഴിയണം. ഖുൽ അഊദു, ഖുൽ അഊദു. ഇവിടെ ഖുൽ എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂനാണ്. തൊട്ടുശേഷം അഊദു, ഹംസയാണ് വന്നത്. ശ്രദ്ധിക്കണം. പലരും ഈ പദം ഓതുമ്പോൾ ഖുൽ അഊദു എന്ന് ഓതാറുണ്ട്. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. ഹംസ കൊടുത്തുകൊണ്ട് ഖുൽ അഊദു എന്ന് തന്നെ ഉച്ചരിക്കണം. ഐൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നുമാണ് ഐൻ ഉച്ചരിക്കുന്നത്. അതാണല്ലോ അതിൻ്റെ മഖ്റജ് അഥവാ ഐനിൻ്റെ ഉച്ചാരണ സ്ഥലം, ഉത്ഭവസ്ഥലം അഥവാ മഖ്റജ്. ശ്രദ്ധിക്കണം. ഖുൽ അഊദു. അഊദു എന്ന പദത്തിലെ ദാൽ പലരും തന്നെ ദാലായി അഊദു എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തനി പിഴവാണ്. ദാലായി തന്നെ ഉച്ചരിക്കണം. നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴെയറ്റം, അതാണല്ലോ ദാലിൻ്റെ മഖ്റജ്. അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അഊദു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ബി റ എന്നല്ല, റോ തഫ്ഖീം അഥവാ ശബ്ദപ്രതിധ്വനി വായ നിറയെ ഉണ്ടാകുന്ന രൂപത്തിൽ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. റോ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ബിറബ്ബിൽ ഫ ഫ ഫ. മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടുന്ന വിധമാണല്ലോ ഫ ഉച്ചരിക്കേണ്ടത്. ശ്രദ്ധിക്കണം. ബിറബ്ബിൽ ഫലഖ്. ഫലഖ് ഈ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ഇവിടെ ഖാഫിൽ ഖൽഖല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സിഫത്ത് കൊടുക്കാതെ ഫലഖ് എന്ന ആ ഒരു രൂപത്തിൽ ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്ത്. മിൻ ശർരി മാ ഖലഖ്. മിൻ ശർരി മണിക്കണം. കാരണം മിൻ
സുക്കൂനുള്ള നൂനാണ്, തൊട്ടുശേഷം ഷീൻ വന്നതിനാൽ ഇഖ്ഫാ ചെയ്യണം. മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ശർരി, ശർരി ഈ ഒരു പദം പലരും ഓതാറുള്ളത് ഷർറി എന്നാണ്. ഷർറി, റായിനെ ഒരൽപ്പം തടിപ്പിച്ചുകൊണ്ട് ഷർറി എന്ന് പലരും ഓതാറുണ്ട്. അങ്ങനെയല്ല ഓതേണ്ടത്. ശർരി, ശർരി. ഗൈരിൽ മഗ്ദൂബി എന്ന പദത്തിലെ ഗൈരി എന്ന ആ ഒരു പദത്തിലെ റായിനെ ഉച്ചരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും രി, ശർരി ഇങ്ങനെയാണ് ഓതേണ്ടത്. കാരണം റായിനിവിടെ കസറാണ്. റായിന് കസറാണെങ്കിൽ എപ്പോഴും തർക്കീഖ് അഥവാ നേരിയ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അതിനാൽ ഇവിടെ ശർരി, ശർരി ഇങ്ങനെയാണ് ഓതേണ്ടത്. മിൻ ശർരി മാ ഖലഖ്, മാ ഖലഖ്, ഖലഖ എന്ന പദത്തിലെ ഖാഫ് ഒന്നാമത്തെ ആയത്തിലെ ഫലഖ് എന്ന പദത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഖലഖ എന്ന പദത്തിലും ശ്രദ്ധിക്കണം. അഥവാ ഖൽഖല എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് കൊടുക്കണം. അതോടൊപ്പം മറ്റൊന്ന് ഖാഫ് കാഫായി മാറിപ്പോകാനും ഒരിക്കലും പാടില്ല. മിൻ ശർരി മാ ഖലഖ്. അടുത്ത ആയത്ത് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വമിൻ ശർരി ഇവിടെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ട്. തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയും ശ്രദ്ധിക്കണം. വമിൻ ശർരി, രി ഇവിടെയും റായിനെ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്, അഥവാ തർക്കീഖ് എന്ന് പറയും. എന്താണ് കാരണം? തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞതാണ് റായിന് കസറായത് തന്നെ. റായിന് കസറാകുമ്പോൾ എപ്പോഴും തർക്കീഖാണ്. വമിൻ ശർരി ശ്രദ്ധിക്കണം. ഗ എന്ന് ഗ പോലെ ആയി പോകാൻ പാടില്ല. ഹാ മിൻ ശർരി ഹാസിഖിൻ, ഹാ ഇങ്ങനെയൊന്നും ഉച്ചരിക്കാൻ പാടില്ല. ഐനാണ്, ഐൻ അഥവാ ഐൻ, ഹാ തൊണ്ടയുടെ മേലേയറ്റം അങ്ങനെ തന്നെ ഉച്ചരിക്കണം. വമിൻ ശർരി ഗാസിഖിൻ, ഗാസിഖിൻ ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗാസിഖിൻ എന്ന് കാഫായി പോകാൻ ഒരിക്കലും പാടില്ല. ഇദാ വഖബ്, ഇദാ ദാൽ, ദാൽ എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്? നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴെയറ്റം അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഇദാ, ഇദാ ദാലായി പോകാൻ പാടില്ല. വഖബ്, വഖബ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വഖബ് ആ ഒരു പദത്തിലും ഖൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വഖബ്, വഖ ഖാഫ് ശ്രദ്ധിക്കണം. വഖബ് എന്ന് കാഫായി പോകാൻ പാടില്ല. വഖ, ഖ ഖാഫായി തന്നെ ഉച്ചരിക്കണം. അടുത്ത ആയത്ത് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. വമിൻ ശർരി, വമിൻ ശർരി മണിക്കണം. ശർരി റായിനെ നേരിയതായ രൂപത്തിലാക്കി ശർരി എന്നാണ്. ഷർറി, ഷർറി റി എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ശർരി ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. വമിൻ ശർരി നഫ്ഫ മണിക്കണം അവിടെയും. വമിൻ ശർരി നഫ്ഫ, നഫ്ഫാസാതി സ ആണ്, സീനല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ഇവിടെ ഓതാറുള്ളത് ശർരി വമിൻ ശർരി നഫ്ഫാസ എന്ന് സീന് പോലെ ഉച്ചരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ഓതാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ അക്ഷരങ്ങൾക്കും അവയുടെ മഖ്റജുകൾ, സിഫത്തുകൾ അതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫലഖ് ഇതിലൊക്കെ പല സ്ഥലങ്ങളിലും ഉന്നത്തുണ്ട്. വമിൻ ശർരി അവിടെ മണിക്കണം. വമിൻ ശർരി നഫ്ഫ, വമിൻ ശർരി ഗാസിഖിൻ ഇവിടെയൊക്കെ മണിക്കണം. അവസാനത്തെ ഇനി പഠിക്കാൻ പോകുന്ന ആയത്ത് വമിൻ ശർരി ഹാസിദിൻ ഇവിടെയൊക്കെ മണിക്കണം. എന്നാൽ പലരും
വേഗതയിൽ സ്പീഡിൽ ഈ സൂറത്തൊക്കെ ഓതുമ്പോൾ മണിക്കാതെ ഓതാറുണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല. അസ്ലിയായ ഉന്നത്ത്, അസ്ലിയായ മണിക്കൽ നഷ്ടപ്പെട്ടാൽ കുറ്റം വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ പാരായണം ചെയ്യൽ ഹറാമാണ്. മണിക്കേണ്ട സ്ഥലങ്ങളിൽ തീരെ മണിക്കാതെ ഓതൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എത്ര സ്പീഡിൽ നാം പാരായണം ചെയ്യുകയാണെങ്കിലും, ഏത് സൂറത്ത് തന്നെയാണെങ്കിലും, സൂറത്തുൽ ഫലഖോ, സൂറത്തുൽ നാസോ, യാസീനോ, തബാറക്കയോ, മുൽക്കോ, ഏത് സൂറത്ത് തന്നെയാണെങ്കിലും എത്ര വേഗതയിൽ നാം ഓതുകയാണെങ്കിലും അസ്ലിയായ ഉന്നത്ത്, മണിക്കൽ, അസ്ലിയായ മദ് ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം പലരും അങ്ങനെ ഓതുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മദ്ദും ഉന്നത്തൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ആയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഫിൽ ഉഖദ്, ഐൻ ശ്രദ്ധിക്കണം. മറ്റൊന്ന് അൽ ഉഖദ് എന്ന പദത്തിലെ അവസാനത്തെ ഹർഫായ ദാലിൽ ഖൽഖല കൊടുത്തുകൊണ്ട് ഉഖദ്, ഉഖദ് ഇങ്ങനെയാണ് ഓതേണ്ടത്, അല്ലാതെ ഉഖദ് എന്നല്ല. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, അവസാനത്തെ ആയത്ത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി. ഇവിടെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മണിക്കണം. വമിൻ ശർരി. മറ്റൊന്ന് ഷർരി, റാഇന് കസറാണല്ലോ, തർക്കീഖ് അഥവാ ഷർരി, രി ഇങ്ങനെയാണ് ഓതേണ്ടത്. നേരിയതായ രൂപത്തിലാണ് റാഇനെ ഉച്ചരിക്കേണ്ടത്. പിന്നെ മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റായിൽ കസ്റ് വരുന്ന സന്ദർഭത്തിൽ ചിലരൊക്കെ ഷർറി, റി എന്ന് പിടപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതൊക്കെ പിഴവാണ്. ഷർരി ഷദ്ദ് കൊടുക്കണം. അതോടൊപ്പം റാഇനെ നേരിയതായ രൂപത്തിലുമാണ് ഉച്ചരിക്കേണ്ടത്. ഹാസിദിൻ, ഹ ഇവിടെ ഹ ആണ്. പലരും ഹ ആയി ഹാസിദിൻ ആ രൂപത്തിൽ ഉച്ചരിക്കാറുണ്ട്. അതും പിഴവ് തന്നെയാണ്. ഹാസിദിൻ ഇദ, ഹാസിദിൻ ഇ അവിടെ മണിക്കാതെ വെളിവാക്കിയുമാണ് ഓതേണ്ടത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ, ഇദാ എന്ന പദത്തിലെ ദാലിനെ പലരും ദാലായി ഇദാ എന്ന രൂപത്തിൽ ഉച്ചരിക്കാറുണ്ട്. ആ ഒരു രൂപത്തിലുള്ള ഓത്തും പിഴവാണ്. ദാലല്ല, ദാലാണ്. മുമ്പുള്ള പല ആയത്തുകളിലും പറഞ്ഞതുപോലെ നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴെയറ്റം, അതാണല്ലോ ദാലിൻ്റെ മഖ്റജ്. അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഇദാ ഹസദ്, ഇദാ ഹസദ്, ഹ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ ഹർഫായ ദാലിൽ ഖൽഖലയും കൊടുത്തുകൊണ്ട് ഹസദ് ഇങ്ങനെയുമാണ് ഓതേണ്ടത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സൂറത്ത് പല സന്ദർഭത്തിലും നാം പാരായണം ചെയ്യുമ്പോൾ ആയത്തുകൾ തമ്മിൽ ചേർത്തിയായിരിക്കും. ഏറ്റവും നല്ല രൂപം ഓരോ ആയത്തുകളിലെയും അവസാനം വഖഫ് ചെയ്ത് ഓതുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസിൽ ആ കാര്യങ്ങൾ നാം വിവരിച്ചതാണ്. എന്നാൽ ഒരാൾ ഈ സൂറത്തിലെ ആയത്തുകൾ തമ്മിൽ ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെയാണ് ഓതേണ്ടത്? ശ്രദ്ധിച്ചു കേൾക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇങ്ങനെ ഒന്നാമത്തെ ആയത്തും രണ്ടാമത്തെ ആയത്തും തമ്മിൽ ചേർത്തോതുമ്പോൾ ഫലഖി മിൻ ശർരിമ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഫലഖ് മിൻ ശർരിമ എന്ന ഖാഫിന് സുകൂൻ ചെയ്തുകൊണ്ടല്ല, അത് മഷ്ഹൂറിനെതിരാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഇങ്ങനെ
ഓരോ ആയത്തുകളിലെയും അവസാനത്തെ പദത്തിൽ സുക്കൂൻ ചെയ്തുകൊണ്ട് അതേ ശ്വാസത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തോതുക. അഥവാ ചേർത്തി ഓതുമ്പോൾ ആ രൂപത്തിലുള്ള ഓത്ത് മഷ്ഹൂറിനെതിരാണ്. ഞാൻ ആദ്യം ഓതിയതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖി മിൻ ശർരി മാ ഖലഖ വ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഈ രൂപത്തിലുള്ള ഓത്താണ് മഷ്ഹൂറായ രൂപത്തിലുള്ള ഓത്ത് നാം എപ്പോഴും ഓതേണ്ട രൂപം. എന്ന് കരുതി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ആ രൂപത്തിലുള്ള ഓത്ത് തെറ്റാണ് അല്ലെങ്കിൽ ഹറാമാണ് എന്നൊന്നുമല്ല, അത് മഷ്ഹൂറിനെതിരാണ് എന്ന് മാത്രം. നാം എപ്പോഴും ഓതേണ്ട രൂപം മഷ്ഹൂറായ രൂപത്തിലുള്ള ഓത്ത് ഞാൻ ആദ്യം ഓതിയതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖി, ഫലഖി ഖാഫിന് കസ്റ് ചെയ്യുക, മിൻ ശർരി മാ ഖലഖ വ മിൻ, ഖലഖ് എന്നല്ല, ഖലഖ വ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വ മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ച് ഓതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق. قل أعوذ برب الفلق من شر ما خلق. من شر ما خلق ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر النفاثات في العقد. ومن شر النفاثات في العقد. ومن شر حاسد إذا حسد. ومن شر حاسد إذا حسد. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതുക. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.